ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം. ലൈവിൽ സാബുമോനെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ് ബോസണ്ണൻ. വിളിപ്പിച്ചു. ബിഗ് ബോസിൻ്റെ കൺഫെഷൻ റൂമിലേക്ക് സാബു വന്നു. സാബുവിനൊരു ജ്യൂസ് കൊടുത്തു. ജ്യൂസ് കുടിക്കാൻ പറയുന്നുണ്ട്. സാബു ആ ജ്യൂസൊക്കെ വാങ്ങി കുടിക്കുന്നുണ്ട്. ജ്യൂസ് എങ്ങനെയുണ്ട്, കൊള്ളാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാബു പറയുന്നുണ്ട്, നേരത്തെ ഞാനിവിടെ വന്ന സമയത്തൊന്നും ജ്യൂസ് ഇതുപോലെ കിട്ടിയിട്ടില്ല. അന്ന് ജ്യൂസ് കിട്ടണമെന്ന് ആഗ്രഹിച്ച സമയത്ത് തന്നിട്ടില്ല. ഇപ്പോൾ ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുടിക്കുന്നുണ്ട്. കുഴപ്പമില്ല, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിച്ച് നല്ലതെന്നൊക്കെ പറയുന്നുണ്ട്. ശേഷം ചോദിക്കുന്നുണ്ട്, നമ്മുടെ മത്സരാർത്ഥികൾ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ വേണ്ട വിധത്തിൽ ആ കോയിൻ കൈകാര്യം ചെയ്യണം. ഇന്നലെ കോയിൻ കുറച്ച് കൊടുത്തത് കൂടിപ്പോയി എന്ന രീതിയിലാണ് ബിഗ് ബോസ് പറഞ്ഞത്. അന്നേരം സാബു പറയുന്നുണ്ട്, എനിക്ക് ഇന്നലെ അതിനെപ്പറ്റി ഒരു സംശയം ഉണ്ടായിരുന്നു. ഇനി അങ്ങനെ കൊടുക്കത്തില്ല, ഇനിയിപ്പം നോക്കി കണ്ടും ചെയ്തോളാം. ഇനിയും പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു ഹോട്ടൽ ടാസ്കിൽ സാബു മോൻ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രോപ്പർട്ടി കുറച്ചുകൂടെ ഉപയോഗിക്കണം എന്ന രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് സാബു മോൻ ഇനി അത് ഉപയോഗിച്ച് തുടങ്ങും. എന്തെങ്കിലും മസാജിങ് സ്പാ അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പി അങ്ങനെ വല്ലതും ആയിരിക്കും, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ എന്തായാലും സാബു മോന് ആ ഒരു കളി ഇനിയും തുടങ്ങും. ഇപ്പം കുറച്ച് കഴിയുമ്പോൾ ശ്വേത എത്തുമ്പോൾ ശ്വേത കുറച്ച് ജാടയിട്ടാണ് നമുക്ക് ആ ഒരു പ്രൊമോയിൽ കണ്ടത്. പക്ഷേ എന്നാലും ശ്വേത എത്രത്തോളം ഇനത്തിൽ ഇതാകുമെന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് വഴിയെ കണ്ടറിയാം എന്തായി തീരുമെന്ന്. സാബു മോൻ്റെ കളി ഇനിയിപ്പം വേറെ രീതിയിലേക്ക് വരുമോ? എന്തായാലും സാബു മോനെ ഇനി കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചതിന് മറ്റൊരു വിചാരിക്കും എന്തെങ്കിലും പണി കൊടുക്കാൻ വേണ്ടി, മറ്റവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി വല്ലതാണോ? ഇനിയിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. ലൈവിൽ നമുക്ക് ഉടൻ തന്നെ ആ ഒരു ഇത് കിട്ടുമ്പോൾ നമ്മൾ ലൈവ് കാണുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകൾക്കായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ.